മലപ്പുറം തെന്നല അറയ്ക്കലിൽ 7 വയസ്സുകാരന് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായക്കൂട്ടം. തലനാരിഴയ്ക്കാണ് കുട്ടി രക്ഷപ്പെട്ടത്. അറയ്ക്കൽ സ്വദേശി സിദ്ദിഖിന്റെ മകൻ മുഹമ്മദ് ആഷിറിന് നേരെയാണ് തെരുവ് നായ ആക്രമണമുണ്ടായത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കാണാം. ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേരുകയാണ്. ശിവദാസ്, കാണാം ആ കുട്ടിക്ക് നേരെ തെരുവ് നായക്കൂട്ടം പാഞ്ഞെടുക്കുന്നത്. അത് ഒന്നും രണ്ടുമല്ല, ഇത്ര അധികം തെരുവ് നായകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ, ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അതായത് തലനാരിഴയ്ക്കാണ് ഈ കുട്ടി തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഈ കുട്ടി കടയിൽ നിന്നും സാധനങ്ങളുമായി വീട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് സമീപവാസിയുടെ വീടിന്റെ മുറ്റത്തേക്ക് കയറിയ സമയത്താണ് ആ മുറ്റത്ത് കിടന്നിരുന്ന തെരുവ് നായ്ക്കൾ കൂട്ടമായി ഈ കുട്ടിയെ ആക്രമിക്കാൻ ഓടിയെത്തിയത്. 7 വയസ്സുകാരനായ ഒരു കുട്ടിയാണ്, ഒരു ആൺകുട്ടിയാണ് ഇത്. അറയ്ക്കൽ സിദ്ദീഖിന്റെ മകൻ ആഷിറിന് നേരെയാണ് ഇങ്ങനെ തെരുവുനായ്ക്കൾ ഓടിയെടുത്തത്. ഈ കുട്ടി പിന്നീട് ബഹളം വെച്ചും കരഞ്ഞും ഓടുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആളുകൾ വന്ന് ഈ കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. പിന്നീട് ആ തെരുവുനായ്ക്കൾ അവിടെ നിന്നും ഓടി തലനാരിഴയ്ക്ക് ഈ കുട്ടിക്ക് കടിയേൽക്കാതെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഭാഗത്ത് കൂടുതൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഇത്. കഴിഞ്ഞയാഴ്ചയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ പുത്തനങ്ങാടി എന്ന സ്ഥലത്ത് 7 പേരെ തെരുവുനായ്ക്കൾ കടിച്ച് വലിയ രീതിയിൽ തന്നെ പരിക്കേൽപ്പിച്ചത്. പിഞ്ചു കുഞ്ഞിനടക്കം ഇത്തരത്തിൽ പരിക്കേറ്റിയിരുന്നു. ഇങ്ങനെ വ്യാപകമായ രീതിയിൽ തന്നെ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം പലയിടങ്ങളിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകാനോ രാത്രിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവർക്കെല്ലാം തന്നെ നടന്നു വരുന്ന ആളുകൾക്കെല്ലാം തന്നെ വലിയ പ്രയാസം തെരുവുനായ്ക്കളുടെ ശല്യം കാരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഒരു വിഷയം ഇപ്പോഴും നിലനിൽക്കുമ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. എന്തായാലും ഇന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ കുട്ടി തെരുവുനായ്ക്കളുടെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. വീണ, ഓക്കെ, ശരി ശിവദാസ്, ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. കാരണം വളരെയധികം ഉണ്ട് നായകൾ ആ കൂട്ടത്തിൽ കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു.